എന്നെ വിടൂ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലൂ, കൊല്ലല്ലേ. നിങ്ങളൊക്കെ ബാലേന്ദ്രന്റെ ആളുകളാണ്. ഇവിടെ കൊല്ലല്ലേ, അയ്യോ ഇവിടെ മേനോനെ ഞാൻ കൊല്ലും, വിനോദ് കുമാറിനെ ഞാൻ കൊല്ലും, ആ വഞ്ചകിയെ ഞാൻ കൊല്ലും. എല്ലാരും നമുക്ക് കൊല്ലാം. ഭാഗ്യം കൊണ്ട് ആ പെങ്കുച്ച് രക്ഷപ്പെട്ടത്. ഇവനവളെ കൊല്ലാൻ നോക്കി സാറേ. ഞങ്ങളെല്ലാരും കൂടെ നിങ്ങൾ കുറച്ച് പുറത്തിറങ്ങി നിൽക്ക്. എന്താ പേര്? തളത്തിൽ ദിനേശൻ. എല്ലാവന്റെ കയ്യിൽ തോക്ക്, ജീപ്പ്, ക്യാപ്റ്റൻ വെടി. ടേബിളിലേക്ക് എടുത്ത്. അയ്യോ അമ്മേ, അമ്മേ. കുഞ്ഞെ, ഇനി അവര് നോക്കിക്കോളും. നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോന്നോളൂ. അച്ഛനും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, പോവല്ലേ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. മോളെ, എന്താ ഉണ്ടായത്? അവൻ നിന്നെ ഉപദ്രവിച്ചോ? അച്ഛാ, ദിനേശേട്ടൻ തെറ്റ് മുഴുവൻ എന്റെയാ. ശരിക്കും ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഇവന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചത് ഞാനാ. സംഭവം പറഞ്ഞ് നിന്റെ അമ്മ തളർന്നു കിടക്ക. വാ പോകാം. ഞാൻ വരുന്നില്ല അച്ഛാ. വരുന്നില്ലേ? ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാനോ? ദിനേശേട്ടനെ തനിച്ചാക്കിയിട്ട് ഞാൻ വരുന്നില്ല. അവൻ തനിച്ചല്ലല്ലോ, ഇവിടെ വേറെയും ഭ്രാന്തന്മാരുണ്ടല്ലോ കൂട്ടിന്. വരാനാ പറഞ്ഞത്. അച്ഛാ, വേണ്ട. ഇങ്ങോട്ട് കയറ്. ദിനേശേട്ടനെ ഒറ്റയ്ക്കിട്ടിട്ട് കേറാൻ അങ്ങോട്ട്. ദിനേശ, ശോഭ എവിടെ? ശോഭ എവിടെ? ദിനേശ എഴുന്നേറ്റ് വരൂ, വരൂ. ദിനേശൻ ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കണം കേട്ടോ. മരുന്നും. അമ്മയും വീട്ടുകാരൊക്കെ വന്നപ്പോ എന്താ അവരോട് സംസാരിക്കാഞ്ഞേ? അവർക്കൊക്കെ ദിനേശനെ എന്ത് സ്നേഹാണ്. അപ്പൊ ദിനേശൻ അവരെ സ്നേഹിക്കണ്ടേ? ഇനി ഒരാളെ ഞാൻ സ്നേഹിക്കില്ല. ശോഭയെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് അവൾ ആ പട്ടാളക്കാരന്റെ കൂടെ പോയി. ആരും എവിടെയും പോയിട്ടില്ല.
എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ബാലേന്ദ്ര മേനോന്റെ കൂടെ പോയി അവള്. ദിനേശ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ശോഭയുടെ ആട്ടോഗ്രാഫിൽ ഏതോ ഒരു വികൃതിക്കുട്ടി, അതായത് നിങ്ങൾ പറയുന്ന ബാലേന്ദ്ര മേനോൻ എന്തോ എഴുതി വെച്ചു. ശോഭ അങ്ങനൊരാളെ ഓർമ്മിക്കുന്ന പോലുമില്ല. ക്യാപ്റ്റൻ ബാലൻ വേറെ. ശോഭ അവളുടെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെയാണത്? ദിനേശനെ മാത്രം. ചെറുപ്പം മുതൽ ദിനേശന്റേത് മാത്രമായൊരു ലോകം ഉണ്ടാക്കി. ഒരാളിന്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നത് അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. ദിനേശന് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ സാർ, വാരികയിലെ മനഃശാസ്ത്ര ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ആ, അതാ പറ്റിയത്. ഈ നാലാംകിട വാരികകളിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പല വായനക്കാരുടെയും സമനില തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനേശൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, ദിനേശനാണ്. ഞാൻ സുന്ദരനല്ല ഡോക്ടർ, ഉയരവും ഇല്ല. ആര് പറഞ്ഞു ദിനേശൻ സുന്ദരനല്ലെന്ന്? ആണിന്റെ സൗന്ദര്യം അവന്റെ പെരുമാറ്റമാണ്, പൗരുഷമാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച നെപ്പോളിയനും ഹിറ്റ്ലറിനും ഒന്നും ദിനേശന്റെ അത്രയും പോലും ഉയരം ഉണ്ടായിരുന്നില്ല. എത്രയെത്ര സുന്ദരിമാരാണ് അവരെ പ്രേമിച്ചിട്ടുള്ളത്. കറുകറുപ്പന്മാരായ നീഗ്രോകളെ മദാമുമാർ കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ടോ? ദിനേശ, സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണെന്ന് ദിനേശൻ മനസ്സിലാക്കണം. ശോഭയുടെ കാര്യത്തിൽ ദിനേശൻ ഒരുപാട് പൊസസീവ് ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ ശോഭ എന്റേത് മാത്രമാണ് എന്നുള്ള അമിതമായ ചിന്ത. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ അവൾ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല? ദിനേശൻ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവള് വരുമോ? പേടിയുണ്ടാവില്ലേ? ഇനി ഞാനൊന്നും ചെയ്യില്ല ഡോക്ടർ. അമ്മേ, എനിക്ക് സുഖായമ്മേ, പരിപൂർണമായിട്ട് സുഖായി. അച്ഛാ, ആരൊന്ന് ആശുപത്രിയിൽ വരാഞ്ഞേ? ശോഭ എവിടെ? എനിക്ക് ഉടനെ ശോഭയെ കാണണം. അമ്മ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ? എനിക്ക് ചെറിയൊരു മാനസിക രോഗമായിരുന്നു അമ്മേ. ആവശ്യമില്ലാത്ത സംശയങ്ങളായിരുന്നു എന്റെ അസുഖം. ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യായത്. ശോഭ അകത്തില്ലേ? എനിക്ക് അവളോട് മാപ്പ് പറ. ദിനേശ, ഞങ്ങൾക്ക് ആകെ കൂടെ അവളൊരു മകളേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒക്കെ ഞങ്ങളുടെ ഭാഗ്യദോഷാണെന്ന് കരുതിക്കോളാം. ദിനേശൻ തൽക്കാലം പോയിക്കൊള്ളും. അച്ഛാ, സത്യമായിട്ടും പറയാണ്, എന്റെ അസുഖം മുഴുവനായിട്ട് മാറി. ക്ലിനിക്കിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അമ്മ ഒന്ന് ശോഭയെ വിളിക്കൂ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറോട് എന്ന് ചോദിച്ചോളൂ. അവൾക്ക് ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ കൂടെ ശോഭ എങ്ങനെ പറഞ്ഞു? അവളങ്ങനെ പറയില്ലല്ലോ.
ശോഭ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാലോ. മനുഷ്യന് അസുഖം വരുന്നത് ഒരു കുറ്റമാണോ? ഞാൻ ശോഭയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഇനി ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവളിങ്ങ് പോന്നോട്ടെ. ഒരു പരീക്ഷണത്തിന് എന്റെ മകളെ പറഞ്ഞു വിടാൻ പറ്റില്ല ദിനേശ. ഇരിക്കണമെന്നില്ല, പോയിക്കൊള്ളൂ. അച്ഛാ, ശോഭ എന്റെ ഭാര്യയാണ്. എനിക്ക് അവളോട് സംസാരിക്കണം. എന്റെ കൂടെ വരാൻ അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. ശോഭേ, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് ശോഭ പറഞ്ഞു. ശോഭയ്ക്ക് അങ്ങനെ പറയാൻ കഴിയോ? ശോഭയെ കൂടുതൽ സ്നേഹിച്ചതാണ് എന്റെ രോഗകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ശോഭ എന്നിൽ നിന്ന് അകലുമോ എന്നുള്ള ഭയം. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത്ര ശോഭ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്നുള്ള സംശയം. ആകെ തകരാറിലായ എന്റെ മനസ്സിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അമ്മയും പ്രകാശനും തങ്കമണിയൊക്കെ ശോഭയെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ശോഭ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ മോളെ താൻ വിഷമിപ്പിക്കരുത്. അവള് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ശോഭ, ഒന്ന് ഇറങ്ങി പോയി അവിടെ നിന്ന്. അച്ഛൻ, ഞങ്ങൾ അവളെ തന്റെ കൂടെ അയക്കുന്നില്ല. തീർന്നില്ലേ? ദിനേശ് ചേട്ടാ,